ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണ്ടെങ്ങോ കണ്ടൊരു ഓർമ്മയുള്ളതുപോലെ. എനിക്കിത് മതി, ഇത് കണ്ടാ മതി. അച്ഛനും മകളും ഇങ്ങനെ സ്നേഹത്തോടെ എന്നും ജീവിക്കണം. ഞങ്ങളെല്ലാരും എന്തുമാത്രം വിഷമിച്ചെന്നു അച്ഛൻ. പ്രാർത്ഥിക്കാനും കരയാനും അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും ആവുമായിരുന്നില്ല. ഇനി മോള് കരയാതെ. അച്ഛന്റെ അസുഖമെല്ലാം മാറിയില്ലേ? ഒരച്ഛനും മകളും ഒരു പ്രഹസനം കാഴ്ച വയ്ക്കണമല്ലോ. ഒരവസരം ഒത്തു വരുന്നതുമില്ല. കയറിയിരിക്കുന്ന മന്ത്രി കസേര ഉടനെ തെറിക്കും. അമ്മേ, നിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാജു സർ. ശരി. യാമിനി ഏട്ടാ, പ്രതാപൻ എത്ര ഭാഗ്യവാനാണ്. ചുറ്റും എത്ര സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. പക്ഷേ കൺമുമ്പിൽ നിന്ന് ചിരിക്കുകയും കാണാതെ പിന്നിൽ വന്ന് കഴുത്ത് ഞെരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് ഇക്കൂട്ടത്തിൽ. ഇവൻ എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നേ. ഇവൻ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒരു വെള്ളത്തിൽ സ്വാമി. നമ്മൾ കാണുന്നൊന്നും അല്ല സത്യം. സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ്. രാജു, അവിടെ അമ്മ വിളിക്ക് രാജു. എന്താണ് മോളെ കഥകളി മുദ്രകൾ? അല്ല, ഞാൻ അച്ഛനെ ചികിത്സിച്ച ഹോം നഴ്സിനെ പരിചയപ്പെടുത്തണ്ടേന്ന് രാജുനോട് ചോദിക്കായിരുന്നു. അത് വളരെ നല്ല കാര്യമല്ലേ? പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് മോൾക്ക് തന്നെയാണ്. മോള് തന്നെ പരിചയപ്പെടുത്തിക്കൊള്ളൂ. അച്ഛാ, അതാണ് അച്ഛാ അച്ഛനെ നോക്കിയ ഹോം നഴ്സ്. എനിക്കെന്റെ ജീവൻ തിരികെ വാങ്ങി തന്ന ഹോം നേഴ്സിനെ ഞാനൊന്ന് കാണട്ടെ. പണ്ടെങ്ങോ കണ്ടൊരു ഓർമ്മയുള്ളതുപോലെ. ഭഗവാനെ കൃഷ്ണ, അവിടെ നിന്റെ പ്രതാപേട്ടനെ തിരികെ തന്നതിന് 1000 നന്ദി. അവിടെ നിന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഗുരുവായൂരപ്പന് നന്ദി.
പ്രതാപൻ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ ആലോചിച്ചത് എന്നെ നോക്കിയ സ്ത്രീയെ കുറിച്ചാ. എന്താ അവളുടെ പേര്? സിസ്റ്റർ പവിത്ര. പവിത്ര. ഓരോ അത്ഭുതങ്ങളെ പ്രിയപ്പെട്ടവരായി ഇത്രയും പേര് എനിക്കുണ്ടായിട്ടും എന്നെ ശുശ്രൂഷിച്ചതും രക്ഷിച്ചതും മറ്റു രണ്ടുപേർ. എവിടെ നിന്നോ നിയോഗം പോലെ വന്ന രണ്ടുപേർ. ഡോക്ടർ ദേവദത്തിനും ഒരു സിസ്റ്റർ പവിത്രയും. പ്രതാപ, നിയോഗം പോലെ വന്നവരല്ല, നിയോഗിക്കപ്പെട്ട് വന്നവർ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. ആരും അന്യരല്ല പ്രതാപ. അമ്മ ഇതെവിടെ പോയി? ഇത്രയും നേരമായിട്ടും ഞാൻ അടുത്തേക്ക് ചെല്ലാതിരിക്കുമ്പോ ഇവൻ തെറ്റിദ്ധരിക്കില്ലേ? ഒരു സെന്റിമെന്റൽ ഡ്രാമ ആക്ട് ചെയ്യണമല്ലോ. ഈയിടെയായിട്ട് നല്ല ആക്ടിംഗ് ഒന്നും വരുന്നില്ല. മോനെ പ്രതാപ, മോനെ ചേച്ചി എത്ര ദിവസമായെന്നറിയോ ജലപാനം കഴിച്ചിട്ട്? നീ വീണ ശേഷം ഞാനൊരു തുള്ളി വെള്ളം പോലും സന്തോഷത്തോടെ കുടിച്ചിട്ടില്ല. എന്തായത്? വീരപാണ്ഡ്യ കട്ടപ്പൻ നാടകം? ഒരാളിവിടെ സുഖപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഓടിക്കേറി വന്നൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ. പ്രതാപനൊന്ന് സുഖമാവട്ടെ, എന്നിട്ട് അരങ്ങേറാം ഈ ചരിത്ര നാടകം. ഗെറ്റ് ഔട്ട്. പോകാനല്ലേ പറഞ്ഞത്?